ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളതേ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ന് എന്താ വിശേഷം എന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഇന്നിക്കാകെ VIയുടെ റീറ്റെയിലർ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിലും കയറണമായിരുന്നു. അങ്ങനെ 2 ആവശ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. മീറ്റിംഗ് വന്നിട്ട് നമ്മുടെ സിൽവർ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, തമ്പാനൂര്. അങ്ങനെ ഞങ്ങൾ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇതേ ഹോട്ടലിൽ വന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ളത് 4th ഫ്ലോറിലാണ്. ഫൈനലി ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന ഹാളിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ ഹാളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ഞങ്ങളായിരുന്നു കേട്ടോ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇതേ ഇവിടെ ഒരു ചെറിയൊരു മിനി ബൊഫേ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള സൈഡ് വ്യൂ ഒക്കെ കാണാൻ പറ്റി കേട്ടോ. കാണാൻ മാത്രമല്ല വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഞങ്ങൾ വന്ന റോഡ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഓടിട്ട വീടുകളൊക്കെ കാണാൻ പറ്റിയേ. പിന്നെ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഈ ഒരു സൈഡിൽ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റും കൂടിയൊക്കെ വീശുമ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ കുറേ ട്രെയിനുകൾ നിരന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നേ. ട്രെയിൻ പോകുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. ഇത് ഈ കാഴ്ചയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന്. കാര്യം ട്രെയിൻ അടിയിൽ കൂടി പോകുന്നതും മേളിൽ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഇത് ട്രെയിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിങ്ങിന് ഞങ്ങളും പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് മാംഗോ ജ്യൂസ് ആയിരുന്നു. അങ്ങനെ റീറ്റെയിലേഴ്സിനോടൊക്കെ അവർ സംസാരിച്ച ശേഷം പിന്നെ ഓരോരുത്തർക്കും ഓരോ മൊമെൻറ്റോ പോലുള്ള ഒരു VIയുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരു ചേച്ചിക്കും കുട്ടി പിന്നെ ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലി പിക്ക് വെച്ചിട്ടുള്ള ഒരു കപ്പും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നേ. പിന്നെ ഇതായിരുന്നു കേട്ടോ ഇക്കാക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയി. അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിന് ഉണ്ടായിരുന്നത് അപ്പം ഉണ്ടായിരുന്നു, ഞാൻ അത് എടുത്തിട്ടില്ല. എനിക്ക് ചപ്പാത്തി വേണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെറോട്ട ഉണ്ടായിരുന്നു. പിന്നെ റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ കറി ആയിരുന്നേ. ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ കറിയായിരുന്നു. പിന്നെ പെറോട്ടയ്ക്ക് ഗ്രീൻ പീസ് കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറ്, വെജിറ്റബിൾസ്, പിന്നെ പപ്പടത്തിന് പകരം വേറൊരു സാധനം പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഉണ്ടായിരുന്നത്. പലതവണ എണീറ്റ് പോകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഒറ്റ പാത്രത്തിൽ ഒറ്റ തവണ എടുത്തേണ്ട വന്നത്. പിന്നെ ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നേ. ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇക്ക പിന്നെ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നേ. പാത്ത് ഇവിടെ ഐസ്ക്രീമൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടേ. അങ്ങനെ പാത്തൂസിൻ്റെ ഐസ്ക്രീം കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന വഴിക്കാണ് കേട്ടോ ഇത് കണ്ടിട്ടുള്ളത്. ലിഫ്റ്റ് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു മിറർ സെറ്റപ്പും കൂടി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അതും. അങ്ങനെ ഈ ഹോട്ടലിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോവുകയാണേ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.